കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർമാ തേ സംഗോസ്ത്വകർമ്മണി. ഈ ശ്ലോകം ഭഗവത്ഗീതയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. ഇത് എല്ലാവരും കേട്ടിട്ടും ഉണ്ടാവും. ഇവിടെ തേ നിനക്ക്, കർമ്മണി ഏവ അധികാര, കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ, കദാചന ഒരിക്കലും, കർമ്മഫലേഷു മാ കർമ്മഫലങ്ങളിൽ ഇല്ല, കർമ്മഫലഹേതു മാ ഭൂ കർമ്മഫലം കർമ്മത്തിന് ഹേതുവായി തീരരുത്, അകർമ്മണി തേ സംഗ മാസ്തു, എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ സംഘബദ്ധനാവുകയും ചെയ്യരുത്. അല്ലെങ്കിൽ ആ കർമ്മം എന്നുള്ളതിന് ചീത്ത കർമ്മം, ദുഷ്കർമ്മം ചെയ്യാനും ഇടവരരുത് എന്നുമാവാം. അതായത് അർജുനോട് പറയാണ്, എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നിനക്ക് കർമ്മം ചെയ്യുക, നിന്റെ കർത്തവ്യം ചെയ്യുക എന്നുള്ളതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. ഇവിടെ ഒരു മനുഷ്യന് തൻ്റെ കർമ്മമാർഗം കൊണ്ട് ജീവിതം ധന്യമാക്കാനുള്ള പ്രധാന കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. തൻ്റെ പൂർവജന്മ വാസനകളെ കൊണ്ട് കർമ്മബദ്ധനായ ഒരാൾക്ക് തൻ്റെ കർമ്മം അല്ലെങ്കിൽ കർത്തവ്യം ചെയ്യുക തന്നെ വേണം. അയാൾക്ക് ആ കർമ്മത്തിന് മാത്രമേ അധികാരമുള്ളൂ അല്ലെങ്കിൽ അർഹതയുള്ളൂ. അല്ലാതെ ആ കർമ്മഫലങ്ങൾക്ക് അർഹരാണ് എന്ന് കരുതാൻ പാടില്ല. ആ കർമ്മത്തിൻ്റെ ഫലം ചിലപ്പോൾ നമുക്ക് അനുകൂലമാവാം, ചിലപ്പോൾ നമുക്ക് പ്രതികൂലമാവാം. പക്ഷെ നമ്മളെല്ലാവരും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനൊക്കെ അനുകൂലമായ ഫലമാണ് ആഗ്രഹിക്കുന്നത്. അത് ഇല്ലാതെയാവുമ്പോഴാണ് നമുക്ക് ദുഃഖം വരുന്നത്. എന്നാൽ നമ്മുടെ പൂർവ്വവാസനകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യണം. എന്നാൽ അതിൻ്റെ ഫലത്തിൽ ഉദാസീനായിട്ടിരിക്കും വേണം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും അത് ഭഗവത് അനുഗ്രഹം എന്നുള്ള ഒരു മനോഭാവമാണ് വളർത്തിയെടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലെ ആ വാസനകളെയൊക്കെ നശിപ്പിച്ചിട്ട് ആ ഏകാഗ്രമായ ബുദ്ധി ഉണ്ടാക്കി തീർക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്തിൽ മാത്രം മുഴുകിയിട്ട് ആ ചഞ്ചലമായിട്ടൊരു ബുദ്ധിയായിരിക്കും ഉണ്ടായിരിക്കാം, ഏകാഗ്ര ബുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് ജീവിതത്തിൽ സുഖം ആഗ്രഹിക്കുന്ന ഒരാൾ ഈശ്വരനെ മറന്നിട്ട് ഫലചിന്തയിൽ ഒരിക്കലും മനസ്സിനെ വ്യാപരിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം